ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിലെ ബോർഡ് എക്സാമിനേഷന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളായിരുന്നു. അതേ ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ചില ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് ഇന്ന് സഞ്ചരിച്ച് നോക്കാം. എല്ലാവരും എൻ്റെ കൂടെ സഞ്ചരിക്കാൻ തയ്യാറാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഡു യു മീൻ ബൈ SHM? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സ്പ്രിങ്. ഇമ്പോർട്ടൻറ്റ്. 3. എ ബോഡി ഓസിലേറ്റ്സ് വിത്ത് SHM ഈസ് ഗിവൺ ബൈ x ഈസ് ഈക്വൽ ടു 5 cos 2 pi t plus pi by 4. കാൽക്കുലേറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എ ടൈം 1.5 സെക്കൻഡ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ് എന്നാണ് ചോദ്യം. ഒരു മോഷൻ, ഒരു സ്പ്രിങ് ആണെങ്കിൽ, ഒരു പെൻഡിലാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഒരു പെൻഡുലം, ആ പെൻഡുലത്തിൻ്റെ സ്ട്രിങ് ആണിത്. ആ സ്ട്രിങ്ങിൻ്റെ ഒരെൻഡിൽ ഒരു ബോബ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പൊസിഷൻ നമുക്ക് മീൻ പൊസിഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ മീൻ പൊസിഷന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തു വിത്ത് എ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത് മീൻ പൊസിഷനാണ്, ഇത് എക്സ്ട്രീം പൊസിഷനാണ്. ഇപ്പോൾ ഈ ബോബ് ഇവിടെ നിൽക്കുമെന്ന് വെച്ചാൽ ഇല്ല, തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഈ ബോബിൻ്റെ മോഷനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയണമെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ? ഈ ബോബിൻ്റെ മോഷൻ ടു ആൻഡ് ഫ്രോ ആവണം. അതേപോലെ തന്നെ ഈ ബോബിൻ്റെ മോഷൻ എന്ത് ചെയ്യണം? മീൻ പൊസിഷനിലൂടെ റിപ്പീറ്റ് ചെയ്യണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, എങ്ങോട്ടാണോ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇതിനെ ഞാൻ അങ്ങോട്ടേക്കാണ് ഡിസ്പ്ലേസ് ചെയ്തതെന്ന് വിചാരിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് x ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഇത് ഈ ഒരു എക്സ്ട്രീം എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിലൊരു റീസ്റ്റോറിങ് ഫോഴ്സ് സെറ്റപ്പ് ആവും. ആ റീസ്റ്റോറിങ് ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? എങ്ങോട്ടാണോ ഡിസ്പ്ലേസ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. വിച്ച് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടിയാൽ റീസ്റ്റോറിങ് ഫോഴ്സും കൂടും. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് റീസ്റ്റോറിങ് ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? വിച്ച് മീൻസ് റീസ്റ്റോറിങ് ഫോഴ്സ് സെറ്റപ്പ് ഇൻ ദ ഓസിലേറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ആവുമ്പോൾ എക്സാമിന് ചോദിച്ചാൽ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി: മോഷൻ ഈസ് സെറ്റ് ടു എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ദെൻ ദ ബോഡി മൂവ്സ് ടു ആൻഡ് ഫ്രോ ത്രൂ ഇറ്റ്സ് മീൻ പൊസിഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ എ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം ആൻഡ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് സെറ്റപ്പ് ഇൻ ദ ഓസിലേറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. സിമ്പിളായിട്ട് എങ്ങനെയെങ്കിലും എഴുതാം: F proportional to -x, where F is restoring force and x is the displacement. Negative sign shows that both these two physical quantities are opposite. അത്തരത്തിലുള്ള മോഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. രണ്ടാമത് ചോദ്യം, ഇവിടെ ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക: ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സ്പ്രിങ്. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരു സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫോർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമുക്കൊരു ടേബിൾ വരക്കാം. സ്മൂത്ത് ഹൊറിസോണ്ടൽ ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു ടേബിൾ കൺസിഡർ ചെയ്യാം. ആ ടേബിളിൻ്റെ ഒരെൻഡിൽ നമുക്ക് സ്പ്രിങ് ലോഡ് ചെയ്യാം. സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡ് ഇവിടെ അറ്റാച്ച് ചെയ്യുക. രണ്ടാമത്തെ എൻഡ് ഫ്രീ ആക്കിയിടുക. ഫ്രീ ആയിട്ടുള്ള എൻഡിൽ ഒരു ലോഡ് അറ്റാച്ച് ചെയ്യുക. ഈ ലോഡിൻ്റെ മാസ് ഞാൻ M എന്ന് വിളിക്കുകയാണ്. ഇപ്പോൾ ഈ പോയിൻ്റ്, സെൻറ്റർ ഓഫ് മാസ് അടങ്ങിയ ഈ പോയിൻറ്റിനെ ഇതാണ് ഇവിടുത്തെ ലോഡാണ് ഓസിലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോഡിൻ്റെ ഈ പൊസിഷൻ നമ്മൾ എന്ത് വിളിക്കുന്നു? മീൻ പൊസിഷൻ. ഈ സ്പ്രിങ് മാസ് സിസ്റ്റത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വലതുഭാഗത്തേക്ക് വലിക്കുക, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ താഴെ വരച്ചിരിക്കുന്നത് പോലെ ചിത്രത്തിന് മാറ്റം വരും. ഇപ്പോൾ ചിത്രത്തിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ
എം മാസുള്ള ഈ ലോഡ് എത്ര എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ മീൻ പൊസിഷനിൽ നിന്ന് എന്ന് ചോദിച്ചാൽ നമുക്കതിനെ എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ലോഡ് അവിടെ നിൽക്കുമോ? ഇല്ല. കാരണം എന്താണ്? ആ ലോഡിൽ ഇപ്പോൾ എന്ത് സെറ്റപ്പ് ആയിട്ടുണ്ട്? ഒരു റീസ്റ്റോറിങ് ഫോഴ്സ്. എങ്ങോട്ടാണോ ലോഡിനെ നിങ്ങൾ വലിച്ചത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് സെറ്റപ്പ് ആയിട്ടുണ്ടാവും. ആ റീസ്റ്റോറിങ് ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? വലിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ്. ആ റീസ്റ്റോറിങ് ഫോഴ്സിനെ ഏത് ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു? എഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? എഫും എക്സും എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ആൻഡ് എക്സ് ഈസ് ഓപ്പോസിറ്റ് ടു എഫ് ആണ്. അപ്പോൾ വി ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. Now proportionality is replaced by introducing a new constant. You know the constant f is equal to a constant k into x. Negative sign shows the direction of the restoring force. K is called എന്താ വിളിക്കുക? K നമുക്ക് എന്ത് വിളിക്കാം? സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. K നിങ്ങൾ വിളിക്കേണ്ട പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. K നിങ്ങൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഇവിടെ സ്പ്രിങ്ങും ലോഡും കൺസിഡർ ചെയ്യുമ്പോൾ സ്പ്രിങ്ങിൻ്റെ മാസ് നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എഫ് നമുക്ക് എന്ത് എഴുതാം? എഫ് ഈസ് ഗിവൺ ബൈ എം എ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. അതിൽ നിന്ന് എ നമുക്ക് എന്ത് എഴുതാം? എ ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻ ടു എക്സ്. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഈ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെടും. കെ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് എ കോൺസ്റ്റന്റ്. മാസ് ഈസ് എ another constant. Therefore k by m is equal to a constant. k by m ഒരു കോൺസ്റ്റന്റ് ആണ് എങ്കിൽ k by m ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? a is therefore A is proportional to minus x. What is this? It is the condition for simple harmonic motion. Simple harmonic motion condition ആണ് A proportional to minus x. ഈ ഓസിലേറ്ററിൽ സെറ്റപ്പ് ആകുന്ന അല്ലെങ്കിൽ ഈ ഓസിലേറ്ററിൽ ഇപ്പോഴുള്ള ആക്സിലറേഷനും അതിൻ്റെ എക്സും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഓപ്പോസിറ്റുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ എസ് എച്ച് എം എന്ന് എഴുതാം. ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ എസ് എച്ച് എം. കണ്ടീഷൻ ഫോർ എസ് എച്ച് എം. ഇൻ എസ് എച്ച് എം വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ എ എക്സിലറേഷൻ? ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2. അത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയാം. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യാം. എന്നിട്ട് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നു. പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് ആണ് നിങ്ങളോട് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രം 1 and 2, ഫ്രം 1 and 2 what we get? ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം. ഒമേഗ സ്ക്വയർ കെ ബൈ എം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ എന്താ വരിക? റൂട്ട് ഓഫ് കെ ബൈ എം. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? 2π/t ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. അപ്പോൾ നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കേണ്ടി. ടേക്ക് ദ റെസിപ്രോക്കൽ. t/2π ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ബൈ കെ or t is equal to 2π into root of m by k. What we get? We get a beautiful equation to calculate period of oscillation. അപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് ഏതൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം നമ്മുടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലോഡിൻ്റെ മാസും സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും. അപ്പോൾ മാസ് മാറ്റിക്കഴിഞ്ഞാൽ ടൈം പീരീഡിൽ എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. അതേപോലെ തന്നെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഏതൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് സ്പ്രിങ്ങിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്പ്രിംഗ് ഉണ്ടാക്കിയ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ടൈം പീരീഡ് ഓഫ് എ സ്പ്രിങ്ങിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാമെന്ന് കരുതുന്ന ഒരു മെത്തേഡാണ്. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കാണാം. ദാറ്റ് ഈസ് തേർഡ് ക്വസ്റ്റ്യൻ. എ ബോഡി ഓസിലേറ്റ്സ് വിത്ത് SHM ഈസ് ഗിവൺ ബൈ x ഈസ് ഈക്വൽ ടു 5 cos 2πt പ്ലസ് π/4.
കാൽക്കുലേറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ എ ടൈം ഓഫ് 1.5 സെക്കൻഡ്. 1.5 സെക്കൻഡ് സമയത്തിന് ശേഷമുള്ള ഈ ഒരു ഓസിലേറ്ററിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് എന്നാണ് കാൽക്കുലേഷൻ ചോദിച്ചിരിക്കുന്നത്. നൗ വി ക്യാൻ ആൻസർ അവർ തേർഡ് ക്വസ്റ്റ്യൻ. നൗ യു ക്യാൻ സീ ദാറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, മൂന്നാമത് തന്നിരിക്കുന്ന ചോദ്യം അതേപോലെ എഴുതുക. അപ്പോൾ ഒരു ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആണെങ്കിൽ ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സൈനിലും ഒന്ന് കോസിലും റെപ്രസെൻ്റ് ചെയ്യുന്ന 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ തന്ന ഇക്വേഷൻ ഇതാണ്. ഗിവൺ എക്സ് ഈസ് ഈക്വൽ ടു 5 cos 2πt + π/4. അതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇതിന് സിമിലർ ആയിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ല. എക്സ് ഈസ് ഈക്വൽ ടു a cos ωt + 5. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് a ഈസ് 5, omega is 2π, 5 is π/4 with the proper SI units. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ എ ടൈം ഓഫ് 1.5 സെക്കൻഡ്. അപ്പോൾ തന്ന ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു 5 cos 2πt + π/4 ഗിവൺ ടി ഈക്വൽ ടു 1.5 സെക്കൻഡ്. 1.5 എന്ന് പറഞ്ഞാൽ 3/2. Therefore x is equal to 5 cos 2π into 3/2 plus π/4 എന്ന് വരും. ഈ 2 കട്ട് ചെയ്യും. അപ്പോൾ ബാക്കി x is equal to x is equal to 5 cos 3π plus π/4. cos π plus theta, cos π plus theta, cos 2π plus theta, cos 3π plus theta, cos 4π plus theta. റിസൾട്ട്സ് ഓഡ് മൾട്ടിപ്പിൾസ് ആണെങ്കിൽ മൈനസ്, ഈവൻ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ പ്ലസ്. അപ്പം അങ്ങനെ ആകുമ്പോൾ cos 3π plus π/4 cos π/4. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 5 into cos π/4. cos π/4 എത്രയാ? cos 45 1/√2. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 5 into cos π/4 ഈസ് 1/√2. ദാറ്റ് ഈസ് ഇവിടെ 3π ആണ്, അപ്പോൾ ഒരു മൈനസ് ഉണ്ടാവും. മൈനസ് that is 1/√2. that is x is equal to minus 5/√2. അത്രയും യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നെഗറ്റീവ് സൈന് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഡയറക്ഷനെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് റെപ്രസെൻറ്റഡ് ആസ് എക്സ് ഇസ് ഈക്വൽ ടു a cos ωt. Obtain the expression for velocity and acceleration of the object and hence prove that acceleration is directly proportional to displacement. ഇതൊരു വർഷം ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ തന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു a cos ωt. അപ്പോൾ ഗിവൺ x equal to a cos omega into t. വെലോസിറ്റിയാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇത് ഇൻസ്റ്റൻറ്റിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി കാണാൻ ടേക്ക് ദി ഡെറിവേറ്റീവ്, ഡിഫറൻഷിയേറ്റ് ദ ഇക്വേഷൻ. നൗ d/dt ഓഫ് x ഈക്വൽ ടു d/dt ഓഫ് a cos ωt. That is dx/dt is velocity. A constant. A എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആംപ്ലിറ്റ്യൂഡ്. എ പുറമെടുത്താൽ d/dt ഓഫ് cos ωt. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സൈൻ വിത്ത് നെഗറ്റീവ്.
കോസ് ഒമേഗ ടി വരുമ്പോൾ വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ഇൻറ്റു ടി. This is a formula for velocity. Now let us calculate acceleration. Acceleration. ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. എ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്താൽ മതി, ഒരു തവണ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഫോർമുല ഇവിടെ കിട്ടി, മൈനസ് എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. എ കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗയും കോൺസ്റ്റൻ്റ് ആണ്. ആംഗുലാർ വെലോസിറ്റി ആണ് ഒമേഗ. അപ്പോൾ നെഗറ്റീവ് സൈനും ഓർമ്മെടുക്കുക. എ ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി. ഡിഫറൻഷിയേറ്റ് വൺസ് അഗെയിൻ. ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി എന്താ, കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും. രണ്ട് ഒമേഗ ഉണ്ട്, അപ്പോൾ ഒമേഗ സ്ക്വയർ വരും. Therefore A is equal to minus omega square into ഒരു എ ഉണ്ട്, ഒരു കോസ് ഒമേഗ ടി ഉണ്ട്. എ കോസ് ഒമേഗ ഇൻറ്റു ടി. എ കോസ് ഒമേഗ ഇൻറ്റു ടി എന്താണ്, എക്സ് ആണ്. അപ്പോൾ എ കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. or A proportional to minus x. What is this? This is A is proportional to minus x is acceleration is directly proportional to displacement. Hence the proof. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് തന്നിട്ടുണ്ട് 1200 ന്യൂട്ടൺ പെർ മീറ്റർ. A spring of spring constant 1200 Newton per meter mounted on a horizontal table as shown in figure. A load is attached with a mass of 3 kg. Then this mass is pulled sideways to a distance of 2 cm and released. Calculate time period, frequency, maximum speed and maximum acceleration. Now first of all തന്നതൊക്കെ എന്താ നമുക്കിവിടെ നിന്ന് എഴുതി വെക്കാം. ഗിവൺ തന്നിരിക്കുന്നത് ഒന്ന് ടൈം പീരീഡ്, കെ തന്നിട്ടുണ്ട്. കെ ഈസ് 1200 ന്യൂട്ടൺ പെർ മീറ്റർ. രണ്ടാമത് തന്നിട്ടുള്ളത് എന്താണ്, ദാറ്റ് ഈസ് ഗിവൺ ലോഡിൻ്റെ മാസ് 3 kg. മാക്സിമം അവിടെ മാക്സിമം ഡിസ്റ്റൻസ് ഓഫ് 2 cm. അപ്പോൾ അത് 2 cm ഇങ്ങോട്ടേക്ക് വലിച്ചു കാരണം അത് സംഭവിക്കുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് 2 cm ഇൻ മീറ്റർ, 2 × 10⁻² മീറ്റർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടി കാൽക്കുലേറ്റ് ചെയ്യാണ്. ടിയുടെ ഫോർമുല നമുക്കറിയാം, നേരത്തെ ഡിറൈവ് ചെയ്തിരുന്നു, 2π × m/k. അപ്പോൾ എമ്മും കെയും തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2π × 3/1200. 3 12 4 പ്രാവശ്യം, 400 റൂട്ടുണ്ട് 20. അപ്പോൾ ടിയുടെ വാല്യൂ 2π/20 എന്നോ π/10 എന്നോ കിട്ടും. അത്രയും സെക്കൻഡ്. π/10 എന്ന് പറഞ്ഞാൽ 3.14/10, 0.314 സെക്കൻഡ്. ഇങ്ങനെ ഇട്ടാലും മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. ടൈം പീരീഡ് എത്രയാ, π/10, 1/π/10. ദാറ്റ് ഈസ് ന്യൂ ഈസ് ഈക്വൽ ടു 10/π, അത്രയും ഹേർട്സ്. മൂന്നാമത് എന്താ ചോദിച്ചിരിക്കുന്നത്, മാക്സിമം വെലോസിറ്റി. 3 മാക്സിമം വെലോസിറ്റി ഒമേഗ ഇൻറ്റു എ. മാക്സിമം വെലോസിറ്റി ഒമേഗ കാണാൻ എന്ത് ചെയ്യണം, 2π/10
t into a. That is equal to 2 pi by 10 into a. 2 into 10 raised to minus 2. pi കട്ട് 10 ഇൻറ്റു 2 20 ഇൻറ്റു 2 40. അപ്പോൾ 40 ഇൻറ്റു 10 raised to minus 2. 0.4 meter per second is the velocity. ഇനി എന്താ ചോദിച്ചാൽ ആക്സിലറേഷൻ, മാക്സിമം ആക്സിലറേഷൻ എ മാക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒമേഗ സ്ക്വയർ ഇൻറ്റു എ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 pi by t all square into a. That is ഈ calculation. 2 pi by 10 all square into 2 into 10 raised to minus 2. ഇപ്പോൾ pi ക്യാൻസൽ. 10 ഇൻറ്റു 2 20. 20ൻ്റെ സ്ക്വയർ 400 ഇൻറ്റു 2 8000 അല്ലെങ്കിൽ 400 ഇൻറ്റു 2 ഇൻറ്റു 10 raised to minus 2. 10 raised to minus 2 ഇൻറ്റു 400 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2 8 meter per second.